ചേടാ ഒരു മാറ്റമില്ലല്ലോ ഫുഡിന്. വെറുതെ കിട്ടുന്നില്ലടാ, തിന്നിട്ട് പോ. ഇല്ല, കിഷോർ 2000, പാലു 1500, ഹരിതം 860. കാശോ തിന്നിട്ടല്ലോ കാശുകാരൻ്റെ. കഴിഞ്ഞ കൊല്ലം കഴിച്ചതിന് ഇടപാട് തീർത്തിട്ട് മതി പുതിയ ചായ കുടി കേട്ടോ. മൊയ്തുള്ള കണക്ക് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതെന്താണ്? ഇത് പുതിയ ഡയറിയാ. ഇനിയുള്ള കണക്ക് ഇതിലെത്തിക്കോ. എടാ, ഇക്കണക്കിന് പോയാൽ ഞാൻ കടപൂട്ടി നാട് വിടേണ്ടി വരുമല്ലോ. കടപൂട്ടിയാണെങ്കിൽ ഞാൻ എടുത്തോളാം. ഏട്ടാ, കഴുത ഒരു ഉദാഹരണം പറയാനും വയ്യേ. പോടാ അവിടുന്ന്. ഇക്കണക്കിന് തന്തനും പേർക്ക് വാങ്ങുമല്ലോ. ഇതാരാ പുതിയ അസിസ്റ്റന്റാ? അതെ, പുതിയ അസിസ്റ്റന്റാ. ഓൻ ബംഗാളിയാ. സുമേഷ് എന്നാ ഞാൻ വിളിക്കല്. പേരെന്തോ ബാനർജോ മൂക്കർജോ മറ്റെന്തോ. പഹന്റെ കയ്യിൽ ഇഷ്ടംപോലെ കാശുണ്ട്. ഓന്റെ കയ്യിൽ നിന്ന് കടയെടുത്തിട്ടാണ് നമ്മൾ നടത്തിക്കൊണ്ടുവരുന്നതും നിങ്ങൾ ഞണ്ണിടതും. അവസാനം നിങ്ങൾ ഇവിടെ ഇറക്കിട്ട് ചക്കൻ കട തുടങ്ങുമോ? ചിലക്കാതെ തിന്നയില് കാശ് കിട്ടില്ല. പൈസ പുതിയൊരു ഐറ്റം കിട്ടിയിട്ടുണ്ട്. നേരോ ഇതൊക്കെ പറയണ്ട നേരത്തെ. നമ്മുടെ പ്ലാൻ നോക്കട്ടെ. സുമേഷേ, ഒരു ചായയും വായ്പോ സ്പെഷ്യൽ ഇട്. ഇതൊരു പുതിയ നമ്പറാണ്. ഇത് ഇതുവരെ ഞാൻ കാണാത്ത സൈസാണ്. ഇതെന്താ മൊയ്തീന് പുതിയ ബോർഡൊക്കെ ബാങ്ക് ആക്കിയത്? അതേ മാസ്റ്റർ, ബാങ്ക് തന്നെ. ചായയും പലഹാരവും കട കൊടുക്കുന്ന ബാങ്ക്. ഈ ബോർഡ് കണ്ടിട്ടെങ്കിലും പഹന്മാര് പൈസ കിട്ടുമെന്ന് വിചാരിച്ചു. എവിടെ മാസ്റ്റർ ഇരിക്കേ? മാസ്റ്റർക്ക് ഒരു ചായ. ഗുഡ് മോർണിംഗ് സാർ. തനിക്ക് ക്ലാസ് ഒന്നുമില്ലേ? കഴിഞ്ഞു സാർ. അല്ല മൊയ്തീനെ, പഴംപൊരിക്ക് എങ്ങനെയായോ? എന്ത് ചെയ്യാനാ മാഷെ, എല്ലാം ശരിയാവും. പിള്ളേർ കാശ് വരട്ടെ, അപ്പൊ തന്നെ. വാർത്തകൾ തുടരുന്നു. യൂത്ത് കൾച്ചറൽ ഫോറം ഏർപ്പെടുത്തിയ ഈ വർഷത്തെ യുവപ്രതിഭാ പുരസ്കാരത്തിന് നിഖിൽ RS എന്ന കോളേജ് വിദ്യാർത്ഥി അർഹനായി. AIT വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ചെന്നൈയിലെ തെരുവ് ബാല്യങ്ങളെ കണ്ടെത്തി അവർക്ക് വിദ്യാഭ്യാസം നൽകി പുനരധിവസിപ്പിക്കുന്ന ട്രൂത്ത് ഇന്ത്യ എന്ന യൂത്ത് മൂവ്മെന്റിന്റെ സജീവ പ്രവർത്തകനായിരുന്നു നിഖിൽ RS. പഠനത്തോടൊപ്പം സാമൂഹ്യ സേവന രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നിഖിൽ യൂത്ത് കൾച്ചറൽ ഫോറത്തിന്റെ യുവപ്രതിഭാ പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ്. ഇപ്പോൾ KMS കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് നിഖിൽ. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് സമൂഹം അവരെ ശ്രദ്ധിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത്. നിഖിലിന് കിട്ടിയ ഈ അവാർഡ് ഈ കോളേജിലെ ഓരോ വിദ്യാർത്ഥിക്കും പ്രചോദനമാകണം. ഈ കലാലയത്തിന്റെ പ്രശസ്തി ഇതോടെ ഒന്നുകൂടി ഉയർന്നിരിക്കുകയാണ്. കണ്ടൽക്കാട് വെച്ചുപിടിപ്പിക്കൽ, പരിസ്ഥിതി സംരക്ഷണം, പാലിയേറ്റീവ് പ്രവർത്തനം, ആദിവാസി ബോധവൽക്കരണം. നിഖിലിന്റെ പ്രൊഫൈൽ നിങ്ങളൊക്കെ മാതൃകയാക്കേണ്ടതാണ്. യൂത്ത് ഫോറം അവാർഡ് ജേതാവായ നിഖിലിന് എല്ലാവിധ ഭാവങ്ങളും ഞാൻ നേരുന്നു. താങ്ക് യു. In Shakespeare's Julius Caesar, in Rome a forum, Brutus says, be patient till the last. Romans, countrymen and lovers, hear me. Excuse me, sir. Yes. May I come in? Yes, come in. For my cause, be silent, and you may hear. Believe me, in my honor and respect to mine honor, and you may believe. Stand up. Yes, yourself. Stand up. You stand up. അങ്ങോട്ട് മാറിയിരിക്കേ. സർ, ഇത് ജനറൽ ക്ലാസ് അല്ലേ? അവിടെ എങ്ങും സ്ഥലമല്ലേ ഇരിക്കാൻ? അവിടെ പോയി ഇരിക്കാനല്ലേ പറഞ്ഞത്? എന്റെ ക്ലാസ്സിൽ മിക്സ്ഡ് ആയി ഇരിക്കാൻ പറ്റില്ല. സർ, ഇവിടെ 2 പേരല്ലേ ഉള്ളൂ. എന്താ, തനിക്ക് ഗേൾസിന്റെ കൂടെ ഇരുന്നാലേ പഠിക്കാൻ പറ്റൂ? മാറിയിരിക്കണോ? സർ, എന്താണ് ഞാൻ ചെയ്ത തെറ്റ്? Stop it. എന്നെ അനുസരിക്കാത്ത സ്റ്റുഡന്റ് എന്റെ ക്ലാസ്സിൽ വേണ്ട. Get out. Clear out. Just clear out. I say get out. ഫ്രണ്ട്സ്,
ഇത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ്. ഇനി ക്ലാസ്സിൽ നിന്നല്ല ഈ കോളേജിൽ നിന്ന് പുറത്താക്കിയ പോലെ ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്റ്റുഡന്റ് എന്നെ ഇൻസൾട്ട് ചെയ്യുന്നത്. ഇതിനൊരു തീരുമാനമുണ്ടായിട്ടേ ഞാൻ ഇനി ക്ലാസ് കയറും. അല്ലേലും അവനൊരു എല്ല് കൂടുതലാ. സാർ പ്രിൻസിപ്പലിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യും. അത് തന്നെയാണ് എന്റെ അഭിപ്രായം. വിട്ട് കള മാഷേ, ഇത് നമ്മുടെ കുട്ടികളല്ലേ. കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കൂടെ ബെഞ്ചിലൊന്നും ഇരുന്ന് വിചാരിച്ചിട്ട് അതിന് സാറത്തിന് ചൂടാവുന്നത്. ക്ലാസ് മുറികളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഇല്ല, ക്ലാസ്മേറ്റ്സ് മാത്രമേ ഉള്ളൂ. ക്ലാസ്മേറ്റ്സ്. അതൊന്നും നമ്മുടെ കോളേജിൽ പതിവില്ലാത്തതല്ലേ. അമിത സ്വാതന്ത്ര്യം കൊടുത്താൽ അവരത് മിസ്യൂസ് ചെയ്യും. ഈ ന്യൂജൻ പിള്ളേർ അത്ര ശരിയൊന്നും അല്ല സാറേ. താനൊക്കെ യൗവനത്തിലെ വാർദ്ധക്യം ബാധിച്ചവനായി പോയല്ലോ എന്റെ ശശാങ്ക ഭാഷേ. ഞാനൊരു കാര്യം പറയാം. കുട്ടികളെ ഒരു മതില് കെട്ടി വേർതിരിച്ചാൽ അവരത് ചാടിക്കടക്കും. ഇല്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല. നമ്മുടെയൊക്കെ വീടുകളിൽ സഹോദരി സഹോദരന്മാര് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാറില്ലേ? ഒരുമിച്ചിരുന്ന് സംസാരിക്കാറില്ലേ? ആ ലാഘവത്തോടുകൂടി എടുത്താൽ മതി ഇതിനെയും. ജയമാഷ് കുട്ടികളുടെ ചുമലിൽ കൈയിട്ട് നടക്കും. വേണ്ടി വന്നാൽ ഒരുമിച്ച് കള്ളും കുടിക്കും. പക്ഷെ ഞങ്ങളാരും അങ്ങനെയല്ല. സ്റ്റോപ്പ് ഇറ്റ്. ഇതിനൊക്കെ എങ്ങനെ മറുപടി പറയണമെന്ന് എനിക്ക് അറിയായിട്ടല്ല. ഇതൊരു കോളേജായി പോയി. ജയമാഷിന്റെ അഭിപ്രായത്തോടാ ഞാൻ യോജിക്കുന്നത്. ഇത്തരം ചെറിയ വിഷയങ്ങളിൽ ഇങ്ങനെ പ്രതികരിക്കാൻ പാടില്ല. കാര്യങ്ങള് സമചിത്തതയോടെ കാണാനുള്ള കഴിവ് നമ്മുടെ അധ്യാപകർക്ക് പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവര് കുട്ടികളെക്കാട്ടിലും ചെറുതായാലും എങ്ങനെയാ? മാഷ് പ്രതികരിക്കണം. അതെ, ഞാൻ പറയാനുള്ളത് പറയും, നിങ്ങൾ കൂടെ നിൽക്കൂ. സുപ്രധാനമായ ചില തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയാണ് അടിയന്തരമായി ഈ PTA മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുള്ളത്. പാർലമെന്റ് കൂടുന്ന സമയമായിട്ട് പോലും ഈ കാര്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്താണ് നമ്മുടെ MP-യും ഈ കോളേജിന്റെ MD-യുമായ ശ്രീ ജോസഫ് സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. മാനേജ്മെന്റിന്റെ ചില നിർദ്ദേശങ്ങൾ അദ്ദേഹം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ദൗർഭാഗ്യകരമായ ചില സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ കോളേജിൽ നടന്നത്. കൂടെ പഠിക്കുന്ന പെൺകുട്ടിയുടെ അടുത്ത് തന്നെ ഇരിക്കണമെന്ന് വാശി പിടിക്കുന്ന ഒരു സ്റ്റുഡന്റിനെ അപ്പോൾ തന്നെ പുറത്താക്കേണ്ടതാണ്. മീഡിയ മണത്തെറിഞ്ഞ് സെൻസേഷൻ ആക്കിയാൽ അത് കോളേജിന് ചീത്തപ്പേരാകുമെന്ന് കരുതിയാണ് പ്രിൻസിപ്പൾ അത് ചെയ്യാതിരുന്നത്. പക്ഷെ ഇത്തരത്തിലുള്ള ദുർനടപ്പുകൾ അനുവദിച്ചു കൊടുക്കാനും പാടില്ല. ആയതിനാൽ നിഖിലിനെ കുറച്ച് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെന്റിന്റെ തീരുമാനം. എനിക്ക് തീരുമാനത്തോട് യോജിപ്പില്ല. ബാക്കി എല്ലാവരും കൈയടിച്ച് അംഗീകരിച്ച സ്ഥിതിക്ക് എനിക്ക് മാത്രമല്ല മറ്റു പലർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അവർ പറയട്ടെ. ജയമാഷ് അവിടെ ഇരിക്കേ. എന്നോടൊപ്പം ആര് നിന്നാലും ശരി, നിന്നില്ലെങ്കിലും ശരി, എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. നിങ്ങൾ ഈ കാണിക്കുന്നത് തികച്ചും അനീതിയാണ്. ഇതിന് കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. ഈ കോളേജിൽ ഇന്നു മുതൽ പുതിയ നിയമാവലികൾ നിലവിൽ വരികയാണ്. അത് പ്രിൻസിപ്പൽ വായിക്കും. നിർദ്ദേശം 1. ഗേൾസിനും ബോയ്സിനും ഇന്നു മുതൽ പ്രത്യേകം കോർണറുകൾ ഉണ്ടായിരിക്കുന്നതാണ്. നിർദ്ദേശം 2. കോളേജിന്റെ കോറിഡോർ, ലൈബ്രറി, ലബോറട്ടറി, ക്ലാസ് റൂം എന്നിവ CCTV നിരീക്ഷണത്തിലായിരിക്കും. നിർദ്ദേശം 5. വാലന്റൈൻസ് ഡേ സെലിബ്രേഷൻസ് നിരോധിച്ചിരിക്കുന്നു. നിർദ്ദേശം 6. നമ്മുടെ മാനേജ്മെന്റ് ഭരിക്കുന്ന ഈ കോളേജിൽ
മേലിൽ ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടാവരുത്. ശരി. ഞാൻ പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞിട്ടേ ഇങ്ങോട്ടേക്കുള്ളൂ. കാര്യങ്ങൾ അപ്പോ എന്നെ വിളിച്ചറിയിക്കണം. ഓക്കെ സാർ. ആ നിഖിലിനെ കുറിച്ചുള്ള എല്ലാ വേറെ ബോർഡ്സും ഞാൻ അന്വേഷിച്ചു. അവൻ നമ്മുടെ വിരുദ്ധനാ. ഇതിനു മുമ്പ് പഠിച്ച IIT-യിലും ഇതുപോലെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ പോയാ അടുത്ത ചെയർമാൻ അവനായിരിക്കും. അവനെ ഈ ക്യാമ്പസിൽ വളരാൻ അനുവദിക്കരുത്. ഓക്കെ?